പരിശുദ്ധ അമ്മ ജീവനോടെ പ്രതീക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമായി ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് എയിൻ. ഞങ്ങൾ മമ്മി കണ്ണൂർ ജില്ലയിലെ കേള ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ആദ്യമായി മമ്മി ഇവിടെ വന്ന് 2019 ഉടമ്പടി എടുത്തായിരുന്നു. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. എന്നാലും ഞാൻ മമ്മീൻ്റെ കൂടെ പ്രാർത്ഥനകളിലൊക്കെ കൂടുമായിരുന്നു, മമ്മീൻ്റെ ഒപ്പം പ്രാർത്ഥിക്കുമായിരുന്നു, യൂട്യൂബിലൊക്കെ പ്രാർത്ഥനയൊക്കെ കണ്ട് സാക്ഷിയൊക്കെ കേൾക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ്. ഞാനൊരു നേഴ്സാണ്. പുറത്തേക്ക് പോകാനുള്ള എൻ്റെ ജോലിക്കിൻ്റെ ആവശ്യത്തിനായിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ അന്ന് OET പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആ എക്സാം പാസ്സാകാനും എത്രയും പെട്ടെന്ന് വിദേശത്തേക്ക് ജോലിക്ക് പോകാനായിട്ടുമാണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. പക്ഷെ അന്ന് എനിക്കത് സാധിച്ചില്ല. ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ഉടമ്പടിയിൽ ഉടമ്പടി ജീവിതം അത്രയധികം നന്നായിട്ട് നയിച്ചിട്ടും ഇല്ലായിരുന്നു. അന്ന് പിന്നെ എനിക്ക് OET എക്സാം പാസ്സാകാനോ യൂറോപ്യൻ കൺട്രീസിലേക്ക് ജോലിക്കായിട്ട് പോകാനോ എനിക്ക് സാധിച്ചില്ല. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ പിന്നെ വിചാരിച്ചു, ദൈവം എനിക്കായിട്ട് വെച്ചേക്കുന്ന വഴി മറ്റൊന്നായിരിക്കും. ഞാൻ ഗൾഫ് കൺട്രീസിലേക്ക് ഉള്ള ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതിന് അങ്ങോട്ട് ജോലിക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഗൾഫ് കൺട്രീസിൽ ഞാൻ ചൂസ് ചെയ്തത് കുവൈറ്റിലേക്കുള്ള ജോബായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ ഞാനൊരു കുവൈറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ കുവൈറ്റ് പ്രോമെട്രിക് എക്സാമൊക്കെ എഴുതി. അതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ടൈം പീരീഡ് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ പ്രോസസ്സ് ഭയങ്കര സ്ലോ ആകാൻ തുടങ്ങി. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളായി. കുവൈറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്തോ ഇൻഷുറൻസിൻ്റെയൊക്കെ ഇഷ്യൂ വന്നപ്പോഴത്തേനും അങ്ങോട്ട് സ്റ്റാഫിനെ എടുക്കുന്നില്ല എന്നൊക്കെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. ആദ്യം OET നോക്കി, നടന്നില്ല. പിന്നെ കുവൈറ്റിൻ്റെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കുള്ള വേറെ നോക്കി, നടന്നില്ല. അപ്പോൾ ഒരുപാട് വിഷമിച്ചു. അപ്പോഴും മമ്മി ഉടമ്പടിയിൽ തന്നെയായിരുന്നു. മമ്മി 2019 തൊട്ട് ഉടമ്പടി ജീവിതത്തിൽ തന്നെയായിരുന്നു. മമ്മി എന്നെ കൊണ്ട് വന്നിട്ട് വീണ്ടും ഇവിടുന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ഞാനും മമ്മിയും കൂടെ വന്ന് ഉടമ്പടി പുതുക്കി. അങ്ങനെ ഇരിക്കെ ഞാൻ കുവൈറ്റിൻ്റെ ഒരു MOHൻ്റെ കുവൈറ്റ് ഗവൺമെൻറ്റിലേക്കുള്ള ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റീനെ കുറിച്ച് അറിഞ്ഞു. പക്ഷേ ഞാനത് അറിഞ്ഞു വന്നപ്പോഴത്തേനും വളരെ സമയം ഭയങ്കരമായിട്ട് വൈകിപ്പോയായിരുന്നു. അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻസൊക്കെ ക്ലോസ് ചെയ്തു. എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് നമുക്ക് കുവൈറ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുവൈറ്റിൽ മാത്രമായിരുന്നു അന്ന് ആ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. കുവൈറ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം, അങ്ങനെ ഇൻ്റർവ്യൂവിന് അവർ വിളിക്കുമെന്നായിരുന്നു. പക്ഷേ എനിക്ക് റിലേറ്റീവ്സ് അങ്ങനെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നാട്ടിൽ നിന്നത് ഓപ്പൺ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം പെട്ടെന്ന് ഒരു ദിവസം ഒരു ഏജൻസീൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കണ്ടു. അവരിതിൻ്റെ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്തു. അത് ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു ഈ ഒരു അവസരം അമ്മ മാതാവ് എനിക്ക് തന്നത്. അവരെ കോണ്ടാക്ട് ചെയ്തു. അവരെൻ്റെ ആപ്ലിക്കേഷനൊക്കെ കുവൈറ്റിലേക്ക് അയച്ചു. പക്ഷേ അവിടെ ഒരു ചെറിയൊരു തടസ്സം എനിക്ക് വന്നു. പിന്നെയാണ് ഞാൻ അറിയുന്നത് കുവൈറ്റ് MOHലേക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കുവൈറ്റ് ഗവൺമെൻറ്റും നമ്മളും ഡയറക്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയേറ്ററായിട്ട് ഒരു ഏജൻസീസിൻ്റെ ആവശ്യമില്ല. ഏജൻസി വന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ എമൗണ്ട് മേടിച്ച് ഏജൻസി ഫീസായിട്ട് മേടിച്ച് അങ്ങനെയായിരിക്കും വരിക. ശരിക്കും പറഞ്ഞാൽ MOH ഗവൺമെൻറ് ജോബിന് ഒരു ഏജൻസിൻ്റെ ആവശ്യമില്ല, ഒറ്റ ഏജൻസി ഫീസിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു. ആദ്യമൊന്നും അവർ സമ്മതിച്ച് തന്നില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ ഉടമ്പടികളൊക്കെ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, കുറേ നാളായി ഞാൻ നല്ലൊരു ജോലിക്ക് വേണ്ടി കുറേ കിടന്ന് ഓടുന്നു, ഒന്നും എനിക്ക് ശരിയാവുന്നില്ല, പലതും ഞാൻ നോക്കി, ഇവിടെയെങ്കിലും അമ്മ മാതാവ് എന്നെ കൈവിടരുത്, എനിക്കിതെങ്ങനെയെങ്കിലും അമ്മ മാതാവ് ഒന്ന് സാധിച്ചു തരണം എന്ന് ഞാൻ അമ്മ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എന്തു ചെയ്യുമെന്ന് അറിയാതെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് എൻ്റെ ഫ്രണ്ട് വഴി എനിക്കൊരു മെയിൽ ID കിട്ടി. ഡയറക്റ്റ് നമുക്ക് MOHലേക്ക് മെയിൽ അയക്കാനുള്ളൊരു ഓപ്ഷനായിരുന്നു അത്.
അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഏജൻസിക്കാരുടെ ഇടയിലൊക്കെ പെട്ടുപോയവർക്ക് അതിന് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്ന പോലെ ഒരു മെയിൽ ID ആയിരുന്നു അത്. ഞാൻ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഏത് ഏജൻസിനെയാണ് കോൺടാക്ട് ചെയ്തത്, അവർ എത്ര രൂപയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, പിന്നെ എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചിട്ട് തിരിച്ചു തരുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അവർക്ക് ഒരു മെയിൽ അയച്ചു. ദൈവാനുഗ്രഹവും അമ്മ മാതാവിൻ്റെ കൃപയും കൊണ്ട് അവരെനിക്ക് ആ മെയിലിന് എനിക്ക് റിപ്ലൈ തന്നു. കാരണം വേറെ പലരും അയച്ചിട്ട് ആ മെയിലിന് അവർ റിപ്ലൈ കൊടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ മെയിലിന് അമ്മ മാതാവ് അവിടെ ചെന്ന് റിപ്ലൈ തന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് അവർ എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് പിന്നെ ഒരു എനിക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരെൻ്റെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ എനിക്ക് മെയിൽ വഴി തന്നു. ഒരു പുതിയ ഇൻ്റർവ്യൂവിൽ അപ്ലൈ ചെയ്യാനുള്ളൊരു ലിങ്ക് ഓപ്ഷനും തന്നു. അങ്ങനെ ഞാൻ പുതിയൊരു ആ ലിങ്ക് ഓപ്ഷനിലൂടെ ഇൻ്റർവ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്തു. മാർച്ച് 25 എൻ്റെ ഇൻ്റർവ്യൂ. അത് ഏറ്റവും നന്നായിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപവും തൈലമൊക്കെ തേച്ചാണ് ഇൻ്റർവ്യൂവിന് ഇരുന്നത്. ഞാൻ ഇരുന്നിടത്ത് ഉപ്പൊക്കെ വെതറിയാണ് ഞാൻ ഇരുന്നത്. ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. സാധാരണ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പം എനിക്ക് പേടിയാണ്. കാരണം ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആകുമ്പം എനിക്ക് എത്രയൊക്കെ അറിയാവുന്ന ആൻസേഴ്സ് ആണെങ്കിൽ പോലും എനിക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ വരുമ്പോൾ ചിലപ്പോൾ അത് പറയാൻ പറ്റാറില്ല. അന്ന് അവരെന്നോട് ചോദിച്ചത് 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ 5 ക്വസ്റ്റ്യൻസിനും ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ ഏറ്റവും കറക്റ്റായിട്ട് ആൻസർ പറയാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് തന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നു. ഉടമ്പടി കാര്യങ്ങളൊക്കെ നന്നായിട്ട് പാലിക്കുന്നുണ്ടായിരുന്നു. മമ്മി എനിക്ക് വേണ്ടി അമ്മ മാതാവിൻ്റെ മുന്നിൽ തിരി കത്തിച്ച ആ ഇൻ്റർവ്യൂ കഴിയുന്ന ആ ഒരു സമയം മൊത്തം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വീണ്ടും ഓഫർ ലെറ്റർ കിട്ടാൻ ഇച്ചിരി താമസം വന്നു. അപ്പോഴത്തേനും എൻ്റെ ഉടമ്പടിയുടെ കാലാവധി 3 മാസം അത് കഴിഞ്ഞു. അപ്പം ഞാനും മമ്മിയും വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അത് മെയ് 25, 2025 ഞങ്ങൾ വന്ന് ഉടമ്പടി പുതുക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി 3ാമത്തെ ദിവസം എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ കിട്ടി. അതും അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അത് കഴിഞ്ഞ് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഡിക്കലായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോയി. പക്ഷേ അവിടെ എനിക്ക് ചെറിയൊരു പരീക്ഷണം നേരിടേണ്ടി വന്നു. ഞാൻ മെഡിക്കൽ അറ്റൻഡ് ചെയ്തു. എൻ്റെ എക്സ്റേയിൽ ചെറിയൊരു പ്രശ്നം വന്നു. എക്സ്റേയിൽ കാൽസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അവരെന്നോട് CT എടുക്കാൻ പറഞ്ഞു. CTയിലും കാൽസിഫിക്കേഷൻ നോട്ട് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആദ്യം ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, ഇത്രയും പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? ഇതും മാതാവ് എങ്ങനെയെങ്കിലും എനിക്ക് ശരിയാക്കി തരും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ എന്ത് ചെയ്യും എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചപ്പം ഒരു 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് MOHന്ന് വീണ്ടും ഒരു മെയിൽ വന്നു. നിങ്ങളുടെ പ്രോസസ്സ് കുറച്ച് ഡിലേ ആവും. ഇപ്പം ഓൾറെഡി ഇൻ്റർവ്യൂ കഴിഞ്ഞവരുടെ പ്രോസസ്സും പേപ്പർ വർക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളിപ്പം മെഡിക്കൽ എടുക്കണ്ട. പിന്നെ ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞ് ഇവിടുന്ന് MOHന്ന് ഇനിയൊരു ഇൻഫോർമേഷൻ വരുമ്പോൾ മാത്രം നിങ്ങൾ മെഡിക്കൽ എടുത്താൽ മതി എന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു. ആ ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ 2 പൾമനോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ലങ് കാൽസിഫിക്കേഷനാണ്, പാച്ചസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിന് ആൻറ്റിബയോട്ടിക്കോ അങ്ങനെയൊന്നും എടുത്താൽ അത് കാൽസിഫിക്കേഷൻ മാറണമെന്നില്ല. ഇതെന്തെങ്കിലും പ്രീവിയസ് ഇൻഫെക്ഷൻ മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊറോണ വന്നതിൻ്റെയോ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതായിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് പോലെ കിടക്കുന്നതായിരിക്കും. ഇതിന് നമുക്ക് മെഡിക്കലായിട്ടൊന്നും ടാബ്ലറ്റ്സ് കഴിച്ച് മാറാൻ പറ്റുന്ന രീതിയിലുള്ള അല്ല. അല്ലെങ്കിൽ ഒരു സർജറിയിലൂടെ ആ ചെറിയ പോർഷൻ എടുത്ത് കളയണം. അതൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ മമ്മി ഞാൻ ഉറച്ചു വിശ്വസിച്ചു, മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നും ലങ്സിൻ്റെ ഇവിടെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് കിട്ടിയ ഉപ്പും മാതാവിൻ്റെ ഉപ്പും എല്ലാം ഇട്ട് വെള്ളം കുടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. ആ മെയിലിന് ശേഷം എനിക്ക് വീണ്ടും ഒരു അപ്ഡേറ്റ് വരുന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു. ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് എനിക്ക് വിസ പ്രോസസ്സിംഗ് മെയിൽ വന്നു. വിസ പ്രോസസ്സിംഗ് മെയിൽ വന്ന സ്ഥിതിക്ക് എനിക്ക് എന്തായാലും മെഡിക്കൽ എടുത്തേ പറ്റുള്ളൂ.
എന്നാൽ അപ്പം ഞാൻ ആദ്യം ചെയ്തത് ഞാനും മമ്മിയും കൂടെ വന്ന് വീണ്ടും ഞങ്ങളുടെ ഉടമ്പടി ഇവിടുന്ന് പുതുക്കി പ്രാർത്ഥിച്ചു. മാതാവേ, ഞാൻ മെഡിക്കൽ എടുക്കാൻ പോവുകയാണ്, എന്നെ ഈ മെഡിക്കലിൽ ഫിറ്റാക്കി തരണേ എന്ന് അമ്മ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് അച്ഛനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അച്ഛനത് തലയിൽ തൊട്ട് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് സാധിച്ചില്ല. പക്ഷെ ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പറഞ്ഞിട്ട് പോയി, മാതാവേ, കുറേ നാളായി ഞാൻ ഈ കിടന്ന് ഓടാൻ തുടങ്ങിയിട്ട്, ഇനി എനിക്ക് വയ്യ. മാതാവ് എനിക്ക് എന്തായാലും ഈ ജോലി തന്നിരിക്കണം. ഞാൻ ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ സാക്ഷ്യം പറയാനായിട്ട് മാത്രമായിരിക്കും ഞാൻ വരുന്നത് എന്ന് ഞാൻ മാതാവിനോട് ഉറപ്പിച്ച് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ മാതാവ് ഇവിടുന്ന് പോയി 1 വീക്ക് കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ മെഡിക്കലെടുത്ത് കഴിഞ്ഞപ്പം ഞാൻ തൈലമൊക്കെ നെഞ്ചിൽ പുരട്ടി, ഞാൻ എക്സ്റേൻ്റെ മെഷീനിൽ സൈഡിൽ ചെറുതായിട്ട് തൈലം പുരട്ടി, ആ സൈഡിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ മെഡിക്കലെടുക്കാൻ പോകുന്നത്. കാരണം ഡോക്ടർമാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഇനി മാറത്തില്ല എന്ന്, ഇതെപ്പോഴും ഉണ്ടാവും, സിസ്റ്റർക്ക് വേണമെങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്യാം, ഗൾഫ് കൺട്രീസിലൊക്കെ അവർ മെഡിക്കൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, അവിടേക്ക് പോയാൽ റിസ്ക് ആയിരിക്കും എന്നൊക്കെ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഞാൻ മാതാവിലാണ് വിശ്വസിച്ചത്. അതുപോലെ തന്നെ അന്ന് ആ മെഡിക്കലിൻ്റെ റിസൾട്ട് വന്നപ്പം ആ മെഡിക്കൽ എനിക്ക് എക്സ്റേ ഫിറ്റായിട്ടാണ് കിട്ടിയത്. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈ കഴിഞ്ഞ 28-ാം തീയതി എൻ്റെ വിസ വന്നു. ഇന്നലെ എനിക്ക് എൻ്റെ ടിക്കറ്റ് കിട്ടി. ഈ വരുന്ന 13-ാം തീയതി ഞാൻ കുവൈറ്റിലേക്ക് പോവുകയാണ്. അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഒരുപാട് നന്ദി. ഞാൻ ഓരോ കാര്യങ്ങളും താമസിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയധികമായി പ്രാർത്ഥിച്ചിട്ടും ഇത്രയധികമായി മാതാവിൻ്റെ കൂടെ അടുത്ത് നിന്നിട്ടും ഇതെല്ലാം എനിക്ക് താമസമായി പോകുന്നത്. പക്ഷേ എനിക്ക് ഇതിലും എൻ്റെ ഈ ഉടമ്പടിയിലൂടെ മാതാവിൻ്റെ ഇതിലൂടെ മനസ്സിലായി, ഏറ്റവും നല്ലത് തരാൻ വേണ്ടിയാണ് മാതാവ് ഓരോ കാര്യങ്ങളും എനിക്ക് താമസിപ്പിച്ചത്. ആദ്യമായി ആ പ്രൈവറ്റിൻ്റെയൊക്കെ നടന്നായിരുന്നെങ്കിൽ 7-8 ലക്ഷം രൂപ കൊടുത്ത് വേണം അതിനൊക്കെ പോവാൻ. പക്ഷെ അത് നടന്നില്ല. ഇതിനെനിക്ക് ഒരു ചിലവുമില്ലാതെ ചെറിയ ചിലവിൽ മാത്രമാണ് ഞാൻ പോകുന്നത്. അതും എനിക്ക് കിട്ടിയത് ഗവൺമെൻറ്റിലേക്കാണ്, ഗവൺമെൻറ് ജോബാണ് കിട്ടിയിരിക്കുന്നത്. അത് നല്ല ഹൈ സാലറി സ്കെയിലാണ് എനിക്ക് ഈ ജോലി കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനും മമ്മിയും പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പിന്നെ വീട്ടിലുള്ളപ്പോൾ ഞാൻ അനാഥാലയത്തിലൊക്കെ പോയി എല്ലാവർക്കും അവിടെ ഹെൽപ്പ് ചെയ്യും. അവിടെ തുണികൾ അലക്കി കൊടുക്കാനൊക്കെ പോവുമായിരുന്നു, അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഡ്യൂട്ടി വർക്ക് ചെയ്യുന്ന ടൈമിൽ അതിനൊന്നും പോലും എനിക്ക് പറ്റത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സാധാരണ എനിക്ക് പറ്റാവുന്ന പോലെ എല്ലാ സഹായവും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുമായിരുന്നു. ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രമൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു, ജോലി സ്ഥലത്തും കൂട്ടുകാർക്കും, അതേപോലെ തന്നെ സ്റ്റാൻഡിലും അവിടെ എവിടെയെല്ലാം പോയി കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ അവിടെ മാതാവിനെ അറിയില്ലാത്തവർ, കൃപാസനത്തിനെക്കുറിച്ച് അറിയില്ലാത്തവരോടൊക്കെ കൃപാസനത്തിനെക്കുറിച്ചും അതിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞാണ് ഞാൻ അവർക്ക് പത്രമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ആ പത്രം അവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ അവരുടെ മനസ്സിൽ എന്ത് നിയോഗമാണോ ഉള്ളത്, മാതാവേ അത് സാധിച്ചു കൊടുക്കണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ഓരോരുത്തർക്കും പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. ആത്മീയ ജീവിതത്തിൽ എനിക്ക് മാതാവിനോട് കൂടുതലായിട്ട് അടുക്കാൻ പറ്റി. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ 3 പേരും എന്നും പള്ളിയിൽ പോകുന്ന മക്കളായിരുന്നു. അപ്പം ജോലിക്ക് പോയതിന് ശേഷം അങ്ങനെയൊന്നും പറ്റാറില്ലായിരുന്നു. പക്ഷേ എന്നാൽ കഴിയുന്ന എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകാനൊക്കെ ശ്രമിക്കും. കുരിശ് എന്നും കൊന്ത് ചെല്ലും, ബൈബിള് വായിക്കും, പിന്നെ അച്ഛൻ്റെ ധ്യാനമൊക്കെ കൂടാറുണ്ട്, സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. കൂട്ടുകാരോടൊക്കെ കൃപാസനത്തിനെക്കുറിച്ചും കൃപാസനത്തിലെ അമ്മേനെക്കുറിച്ചും അവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാലും ചില വീഴ്ചകളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പലപ്പോഴും ചില സമയങ്ങളിലൊന്നും എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തിരുന്നൊരു അവസരങ്ങളും ഉണ്ടായിരുന്നു. ഈ അവസരത്തെ അമ്മ മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് വന്ന വീഴ്ചകൾക്കെല്ലാം ഞാൻ അമ്മ മാതാവിനോട് ക്ഷമ ചോദിക്കുകയാണ്. ഇനിയുള്ള എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ എന്നും ഉടമ്പടി പൂർണ്ണമായും പാലിക്കുമെന്നും എന്നും അമ്മയോടൊപ്പം ആയിരിക്കുമെന്നും ഞാൻ അമ്മയോട് വാഗ്ദാനം ചെയ്യുകയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2019 അന്ന് ഞാൻ ഒത്തിരി വിഷമത്തിലാണ് ഈ കൃപാസനത്തിൽ വന്നത്. ഞാൻ ഒരു ഫ്ലവർ ഷോപ്പിൽ ചെറിയൊരു ശമ്പളത്തിൽ ജോലി ചെയ്യായിരുന്നു. അപ്പോൾ 2 മാസം ചെയ്തപ്പോൾ ആ ഷോപ്പ് അവരടച്ചു. എനിക്കൊത്തിരി വിഷമമായി. കാരണം ചെറിയൊരു ശമ്പളമാണെങ്കിലും എനിക്കതൊത്തിരി വലുതായിരുന്നു.
ഞാൻ ആ ഷോപ്പ് തുറക്കാൻ വേണ്ടി ഷോപ്പ് അടയ്ക്കുമ്പോൾ അവരുടെ കീ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കീയും മാതാവിൻ്റെ അടുത്ത് വന്ന്, അന്ന് ഇവിടെ ഈ ഗ്രില്ലില്ലായിരുന്നു. അപ്പം മാതാവിനെ നമുക്ക് കയറി അവിടെ മുട്ടിച്ച് പ്രാർത്ഥിക്കാം. മാതാവി അവരാ ഷോപ്പ് തുറക്കണേ, എന്നാൽ എനിക്ക് ആ ജോലി കിട്ടുമല്ലോ എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ചു. കീയ മാതാവിനെ മുട്ടിച്ച് പ്രാർത്ഥിച്ചു. അതും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. അവർ പറഞ്ഞു, ഞങ്ങൾ എന്തായാലും ഷോപ്പ് തുറക്കുന്നില്ല, അത് നിങ്ങൾ വേണമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് എടുക്കാൻ ഒരു വരുമാനവും ഇല്ലായിരുന്നു. അന്ന് ആ ഷോപ്പിൻ്റെ പൈസ കൊടുക്കണം, സെക്യൂരിറ്റി കൊടുക്കണം, ഒന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരി പറഞ്ഞു, ചേച്ചി തുടങ്ങിക്കോ, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഷോപ്പ് ഞങ്ങൾ ഏറ്റെടുത്തു. പൈസ അവർ സഹായിച്ച് തുറന്നു. അന്ന് ചെറിയൊരു ഷോപ്പായിരുന്നു. ഇന്നത് ഒത്തിരി ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ആ ഷോപ്പിൻ്റെ വരുമാനം കൊണ്ടാണ് ഞങ്ങളത് ജീവിക്കുന്നതും. ഒത്തിരി നല്ല രീതിയിൽ ആ ഷോപ്പ് ഇന്ന് പ്രവർത്തിച്ചു പോകുന്നു. എൻ്റെ ഹസ്ബൻഡാണ് ആ ഷോപ്പിൽ നിന്ന് നോക്കുന്നതും ഞാനും, ഞങ്ങൾ രണ്ടും കൂടിയാണ് അതിലെല്ലാം വർക്ക് ചെയ്യുന്നതും. പിന്നെ ഒരു സാക്ഷ്യം, ഞാനിവിടെ ഉടമ്പടിയിൽ ഫസ്റ്റ് നിയോഗം വെച്ചത് പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിറയ്ക്കണേ. കാരണം പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമുക്കൊന്നും പറ്റില്ല, വേറെ എന്ത് കിട്ടിയില്ലും കാര്യമില്ലല്ലോ. രണ്ടാമത്തെ നിയോഗം മാരക രോഗങ്ങളിൽ നിന്നും അപകടം മരണം ഞങ്ങളെ കാത്തോളണേ എന്നാണ് വെച്ച്. എൻ്റെ ഹസ്ബൻഡെന്നും ഈ ഫ്ലവർ എടുക്കാൻ 3 മണിക്ക് പോകണം, രാവിലെ 3 മണിക്ക് പോകണം. അപ്പോൾ ഈ ഉറക്കപ്പിച്ചിൽ പോകുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റുമോ, വണ്ടി ഓപ്പോസിറ്റ് വരുന്ന വണ്ടി എങ്ങനെയാവും, രാവിലെ പോകുന്നതല്ലേ. അപ്പോൾ ഞാനെന്നും തലേദിവസം രാത്രി പ്രാർത്ഥിച്ച് തൈലം പൂശി താക്കോലയിൽ കുരിശ് വരയ്ക്കും, അമ്മേ കാത്തോളണേ, രാവിലെ എണീറ്റ് പോകുന്നതാണ്, ഒരു അപകടവും വരുത്തരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടിരിക്കും. ഒരു ദിവസം ഈ കഴിഞ്ഞ ഞങ്ങൾ ഈ പ്രാവശ്യം ഉടമ്പടി പുതുക്കി ചെന്ന് ഒരാഴ്ചയായപ്പം പെട്ടെന്ന് രാവിലെ 3 മണിക്ക് പോയതായിരുന്നു. തിരിച്ച് പെട്ടെന്ന് വന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ തിരിച്ചു വന്നു. എൻ്റെ വണ്ടി എന്തോ ഒരു വലിയ മൃഗം വന്നിടിച്ചു. വണ്ടി മൊത്തം തകർന്നു പോയി ഫ്രണ്ട് ഭാഗം. പക്ഷേ ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കുഴപ്പവുമില്ല, ഒരു പോറൽ പോലും സംഭവിച്ചില്ല. വണ്ടി കണ്ടാൽ അതിലൊരു വ്യക്തി ജീവിച്ചിരിക്കുന്ന പോലും തോന്നുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, അമ്മ മാതാവിൻ്റെ ഞാൻ ആ തൈലം പൂശി എന്നും കുരിശ് വരച്ച് കൊടുക്കുന്നത് കാരണമാണ് അത് രക്ഷപ്പെട്ടതെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഒരു പോയിൻറ്റിങ് മാറിയിരുന്നെങ്കിൽ മൊത്തം അപകടവും സംഭവിച്ച് ജീവൻ പോലും അപകടത്തിലായേനെ. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, അനാഥാലയത്തിൽ പോയി അവരുടെ തുണി അലക്കുകയും അവർക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുകയും എല്ലാം ചെയ്യും. പിന്നെ പൊതിച്ചോറ് കൊടുക്കും മാസത്തിലൊരു പ്രാവശ്യം. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും അക്രൈസ്തവരായ എല്ലാ ജനങ്ങളുടെയും അടുത്ത് അവർക്ക് പ്രാർത്ഥിച്ച് വിശ്വാസം പ്രമാണം ചൊല്ലിക്കൊടുക്കും. ആത്മീയമായിട്ട് ഞാൻ പള്ളിയിലെന്നും പോകും. 2 ആഴ്ച കൂടെ കുമ്പസാരിക്കും, ബൈബിൾ വായിക്കും, അച്ഛൻ്റെ ടോക്ക് എന്നും കേൾക്കും. അനുദിന പ്രാർത്ഥന 5:30 മണിക്ക് കൂടും. അഥവാ എങ്ങാനും മുടങ്ങിപ്പോയാൽ കുറച്ച് കഴിയുമ്പോൾ അതെന്തായാലും ഞാൻ കൂടും. ധ്യാനങ്ങൾ കേൾക്കും. അന്ന് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും എപ്പോഴേ അത് കേട്ട് തീർക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത ആത്മീയമായിട്ട് പ്രവൃത്തി. ഈ അൽത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ സാധിക്കണേന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രതീക്ഷത്തിൻ്റെ സാക്ഷിയാകണേ എൻ്റെ മക്കളെ. ഇവളെ ഒത്തിരി കഷ്ടപ്പെട്ടു അതിൻ്റെ അമ്മയോട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ മക്കളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ്. അത് എല്ലാം അമ്മ നന്നായിട്ട് സാധിച്ചു തന്നു. ഒത്തിരി താമസിച്ചായാലും അമ്മയുടെ ഈ അൽത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ സാധിച്ചതിന് 1000 നന്ദി. ദൈവമാനും അമ്മയ്ക്കും ഇനിയും അമ്മയുടെ പ്രതീക്ഷത്തിൻ്റെ സാക്ഷിയാക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. 2 രാജാക്കന്മാരുടെ പുസ്തകം 3:16 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും. കാറ്റോ മഴയോ ഉണ്ടാകയില്ല. അരുവിത്തടം ജലം കൊണ്ട് നിറയും. നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസ്സാരമാണ്. യെയിൻ ആൻ്റണിയും മമ്മി ലാലി ജെയിംസും ചേർന്ന് പറയുന്ന അനുഭവ സാക്ഷ്യം. നാം കേട്ട തിരുവചനം പോലെ കർത്താവിനിത് നിസ്സാരമാണ്. തൻ്റെ ജീവിതത്തിൽ യെയിൻ ആൻ്റണി 2021 പഠിച്ച് പാസ്സായ മകളാണ് അല്ലേ. 2021 പഠിച്ച് പാസ്സായി. അതിനുശേഷം കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു. പിന്നീട് 1.5 വർഷത്തോളം ജോലിയില്ല. തൻ്റെ ഈ പുറത്തേക്ക് പോകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ആ മകൾ അങ്ങനെ നിൽക്കുമ്പോൾ
തനിക്ക് വരുന്നതൊക്കെ തടസ്സങ്ങൾ, ഒന്നിനും ഒരു മുൻപോട്ടൊരു സാധ്യത കാണുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു, ഉടമ്പടി ജീവിതം പുതുക്കി പ്രാർത്ഥിക്കുന്നു, തൻ്റെ ആത്മീയ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ശ്രമിക്കുന്നു, കൂദാശ ജീവിതം അഭിവൃദ്ധിപ്പെടുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം, തനിക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞു. എന്നാൽ താൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം വീണ്ടും തനിക്ക് തുറന്നു കിട്ടിയ വാതിലുകൾ ഒരിക്കലും ഒരു കംപ്ലൈൻറ്റ് സബ്മിറ്റ് ചെയ്യുവാനായിട്ട്, കംപ്ലൈൻ്റായിട്ട് ഏജൻസിയെക്കുറിച്ച് പറയുവാനായിട്ടൊന്നും ഒരു വാതിലും തുറക്കപ്പെടില്ല. എന്നാൽ ഉടമ്പടി പുതുക്കിയതിന് ശേഷം തനിക്ക് ആ വാതിൽ തുറക്കുന്നു, തനിക്കൊരു കംപ്ലൈൻറ്റ് ചെയ്യുവാൻ സാധിക്കുന്നു. വീണ്ടും ഒരിക്കലും ലഭിക്കാത്തത്ര കൃപകൾ കൊണ്ട് ഈ മകൾ എങ്ങനെയാണ് നിറയപ്പെടുന്നത്. അതുകൊണ്ടാണ് തിരുവചനം പറയുക, വരണ്ടുണങ്ങിയ അരുവിത്തടം, ഈ കുളങ്ങൾ ഇതെല്ലാം ജലം കൊണ്ട് നിറയും. ഈ മകളുടെ ജീവിതം വരണ്ടുണങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവിൽ ആശ്രയിച്ച് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ ഇന്ന് ജീവിതം തളിർത്തത് എങ്ങനെയാണെന്നാണ് നാം കേൾക്കുക. അതുകൊണ്ടാണ് മുൻപത്തേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുവാൻ ഉടമ്പടി വഴി എങ്ങനെയാണ് സാധിക്കുക എന്ന് നമുക്ക് ഓരോ സാക്ഷ്യവും നമ്മോട് പറയുക. തനിക്ക് കിട്ടിയ ജോലി, അത് ഇത്രയും നാളായിട്ടും എന്തേ തനിക്കിതൊന്നും കിട്ടുന്നില്ല, താൻ ഉടമ്പടിയൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഈ മകൾ വിചാരിച്ചു. ഓരോന്നും തടസ്സങ്ങളായിട്ട് വന്നു. ലങ്സ് കാൽസിഫിക്കേഷൻ, അതായത് അതൊരിക്കലും മാറില്ല, ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ വീണ്ടും എക്സ്റേ എടുക്കുമ്പോൾ അവിടെ ആ ഒരു മാർക്കൊന്നുമില്ല. ഈ മകൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ തടസ്സങ്ങൾ ഒന്നൊന്നായി ഒഴിഞ്ഞ് ഇന്നിപ്പോൾ തനിക്ക് കിട്ടിയ ജോലിയാണെങ്കിൽ താൻ ആഗ്രഹിച്ചത് കുവൈറ്റിലേക്ക് ഒരു പ്രൈവറ്റ് ജോലിയാണ്. എന്നാൽ കിട്ടിയതോ ഗവൺമെൻറ് ജോബ്. താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാലറി, അതോടൊപ്പം തന്നെ മറ്റെല്ലാ സൗകര്യങ്ങളും. അങ്ങനെ തൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ഈശോ സ്പർശിച്ചത് എന്നുള്ളത് ഈ മകൾ ഇന്നിവിടെ വ്യക്തമാക്കുകയാണ്. അതുപോലെ അപകടത്തിൽ നിന്നുള്ള സംരക്ഷണം, അതുപോലെ ഒരു കടയിൽ നിന്നുള്ള വരുമാനം, ആ കട ഇന്ന് ഇവരുടെ സ്വന്തമായത് എങ്ങനെ, ഇതെല്ലാമാണ് മമ്മിയും ഇവിടെ പങ്കുവെച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ ആയിരിക്കുമ്പോൾ നാം നിരാശരാകേണ്ട കാര്യമില്ല. തിരുവചനമാണ് നമുക്ക് ശക്തി നൽകുക. പറയുന്നുണ്ട്, കാറ്റോ മഴയോ ഉണ്ടാകില്ല, അരുവിത്തടം ജലം കൊണ്ട് നിറയും. അത് കർത്താവിന് മാത്രമേ പറ്റുകയുള്ളൂ. നമ്മുടെ വരണ്ടുണങ്ങിയ അരുവിത്തടങ്ങൾ, ആ അരുവിത്തടങ്ങളുമായിട്ടാണ് ഇന്ന് കൃപാസനത്തിൻ്റെ ഈ അൾത്താരയുടെ മുമ്പിൽ നാം ആയിരിക്കുന്നത്. തീർച്ചയായും അത് നമുക്ക് ജലം കൊണ്ട് നിറയാൻ ഒരേ ഒരു നിമിഷം മതി. കർത്താവിനിത് നിസ്സാരമാണ്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.